ആദ്യം നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. നമുക്ക് അറിയാം, ഇടുക്കിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അസാധാരണമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അവിടെ പെയ്തത്. കട്ടപ്പന വെള്ളയാംകുടിയിൽ വൈദ്യുതി മുടങ്ങിയിട്ട് 4 ദിവസമായിരിക്കുകയാണ്. വൈദ്യുതി വകുപ്പിനെ പലതവണ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്തെ രോഗികൾ ഉൾപ്പെടെ നിരവധി പേർ വൈദ്യുതി മുടങ്ങിയതോടെ കടുത്ത പ്രതിസന്ധിയിലായിട്ടും KSEBക്ക് നിസ്സംഗതയെന്നാണ് ആക്ഷേപം. മഴക്കാലം ആരംഭിക്കുമ്പോൾ വൈദ്യുതി പ്രതിസന്ധി പതിവാണെങ്കിലും കട്ടപ്പന വെള്ളിയാംകുടിയിൽ കഴിഞ്ഞ 4 ദിവസമായി പ്രശ്നത്തിന് പരിഹാരമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദിവസങ്ങളായി കാറ്റിൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും വൈദ്യുത പോസ്റ്റുകൾ വീണ് ലൈനുകൾ തകരുകയും ചെയ്തിട്ടും അധികൃതരുടെ ശ്രദ്ധ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇത് വേനൽക്കാലത്ത് ചെയ്യേണ്ട ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല, ടച്ച് വിട്ടിട്ടില്ല. മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന ലൈൻമാന്മാരും വർക്കർമാരും നിലവിൽ കട്ടപ്പന KSEBയിൽ ഇപ്പോൾ അതിനുള്ള സ്റ്റാഫില്ല. കട്ടപ്പന ഗവൺമെൻറ് ITയിലെ ട്രെയിനികളായിട്ടുള്ള 5 പിള്ളേരെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ KSE ബോർഡിന് സംവിധാനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന ലൈൻമാന്മാരെല്ലാം ഓവർസിയർമാരായി ട്രാൻസ്ഫർ ആയിപ്പോയി. നിലവിൽ ജീവനക്കാർ എണ്ണമില്ല. ഉള്ള ജീവനക്കാർ പണി ചെയ്യുന്നുണ്ട്, പക്ഷേ ആളില്ല എന്നുള്ളതാണ് പ്രശ്നം. കുടിവെള്ളം പോലും ഒരു 3-4 ദിവസമായിട്ട് കിട്ടിയിട്ടില്ല, കറണ്ടും ഇല്ല. എനിക്കാണെങ്കിൽ ആ വീട്ടിൻ്റെ അവിടെ നിന്ന് കയറി പോരാനും ഇറങ്ങി പോകാനുള്ള വഴിയും ശരിക്കില്ല. വൈദ്യുതി ഇല്ലാതായതോടെ പമ്പ് സെറ്റിന്റെ പ്രവർത്തനം നിലച്ച് കുടിവെള്ളവും മുടങ്ങി. മൊബൈൽ സംവിധാനം നിലച്ചതോടെ ഇന്റർനെറ്റ് ലഭ്യമല്ലാതായത് ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർക്കും തിരിച്ചടിയായി. അതേസമയം KSEBയിൽ ബന്ധപ്പെടുമ്പോൾ വേണ്ടത്ര ജീവനക്കാരില്ലെന്ന പ്രതികരണമാണ് ലഭിക്കുന്നത്. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മരച്ചില്ലകൾ സമയബന്ധിതമായി വെട്ടിമാറ്റാത്തതാണ് കാലവർഷത്തിന്റെ ആരംഭത്തിൽ വൈദ്യുതി പ്രതിസന്ധി സൃഷ്ടിക്കാൻ പ്രധാന കാരണം. വൈദ്യുതി വകുപ്പിന്റെ മെല്ലെപ്പോക്കും നിസ്സംഗതയും മാറ്റിവെച്ച് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. റോഡിൽ രൂപപ്പെട്ട കുഴികൾ അടച്ച് മാതൃകയായി നെടുമങ്ങാട് ട്രാഫിക് പോലീസ്. തിരുവനന്തപുരം തെങ്കാശി ദേശീയപാതയിൽ നെടുമങ്ങാട് പഴക്കുറ്റി ജംഗ്ഷനിലാണ് കുഴികൾ രൂപപ്പെട്ടത്. ഗതാഗതം ദുഷ്കരമായതോടെ സ്വന്തം പോക്കറ്റിലെ പണമെടുത്ത് പോലീസുകാർ റോഡിലെ കുഴിയടച്ച് യാത്രക്കാരെ സഹായിക്കുകയായിരുന്നു. വെമ്പായത്തേക്കും മേലാങ്കോട്ടേക്കും ഉൾപ്പെടെ 4 പ്രധാന സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകുന്ന ജംഗ്ഷനാണിത്. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നു. ദിവസവും ഇവിടെ ഗതാഗതക്കുരുക്ക് പതിവ്. കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിയായി. PWD അധികൃതരെ അറിയിച്ചെങ്കിലും പരിഹാരമായില്ല. ഒടുവിൽ പോലീസുകാർ തീരുമാനിച്ചു സ്വന്തമായി കുഴിയടയ്ക്കാൻ, അതും പോക്കറ്റിലെ പണം ചെലവിട്ട്. മണലും സിമന്റും പാറപ്പൊടിയും മിക്സ് ചെയ്ത് പോലീസിന്റെ നിർമ്മാണ പ്രവർത്തനം. രണ്ട് 3 ദിവസമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പീക്ക് ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ട്രാഫിക് പോലീസ് ഇടപെട്ടിട്ട് ഞങ്ങൾ തന്നെ ശമ്പളത്തിൽ നിന്നുള്ള ഒരു വീതം എടുത്തുകൊണ്ട് കുഴി അടയ്ക്കാനുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ സ്മൂത്തായിട്ട് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇനിയെങ്കിലും ട്രാഫിക് പോലീസിന്റെ ജോലിഭാരം കുറയുകയും യാത്രക്കാരുടെ ദുരിതത്തിന് ഒരു പരിധിവരെ ആശ്വാസം കിട്ടുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ട്രാഫിക് പോലീസ് സ്റ്റേഷൻ SI ഷിബു, SP, ASI സനൽ, ഹോംഗാർഡുമാരായ മാഹിൻ, സതീഷ് തുടങ്ങിയവർ കുഴിയടയ്ക്കാൻ നേതൃത്വം നൽകി. ന്യൂസ് 18 നെടുമങ്ങാട്. പാലക്കാട് പട്ടിത്തറ പഞ്ചായത്തിലെ കോക്കാട് മില്ല് റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. പലതവണ പഞ്ചായത്ത് അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മാത്രമല്ല, തകർന്ന റോഡ് നന്നാക്കുന്നതിന് പകരം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് കോൺക്രീറ്റ് റോഡ് നിർമ്മിക്കാനുള്ള ശ്രമം നടത്തിയെന്ന ആരോപണവും ഉയരുന്നുണ്ട്. മഴക്കാലമായതോടെ കോക്കാട് മില്ല് റോഡിന്റെ നിലവിലെ അവസ്ഥയാണിത്. തീർത്തും സഞ്ചാരയോഗ്യമല്ലാതായി. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കുഴിയെടുത്ത ഭാഗങ്ങളിലാണ് കൂടുതൽ പ്രശ്നം. ഓരോ ദിവസം കഴിയുന്തോറും യാത്രാക്ലേശം രൂക്ഷമാവുകയാണ്. 5 വർഷത്തിലധികമായി ജനങ്ങൾ ഈ ദുരവസ്ഥ നേരിടാൻ തുടങ്ങിയിട്ട്. ബന്ധപ്പെട്ട അധികൃതർക്ക് മുൻപാകെ നിരവധി തവണ പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതുവരെ ആരും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും വിഷയം കുറച്ച് റോഡിൻ്റെ കുറച്ച് അപ്പുറം വെച്ചിട്ട് കുറേ കോൺക്രീറ്റ് ചെയ്യാനുള്ള പദ്ധതി ചെയ്തവർ അത് തടഞ്ഞു പോയിട്ട് അതൊക്കെ തന്നെ വിഷയം. പിന്നെ ഈ റോഡിന് കംപ്ലീറ്റ് സുഖമില്ലാത്ത ആൾക്കാർ, പുള്ളിയുടെ വീട്ടിൽ നിന്ന് 2 ആൾ സുഖമില്ലാണ്ട് കിടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മ ഒരു വണ്ടി വിളിച്ചാൽ വരില്ല. റോഡിലെ കുഴികളിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവാണ്. വണ്ടിക്ക് എന്നും കേടാണ്. ഇതിനെ പോകുമ്പോൾ വണ്ടികൾ, ഫാൻസി വണ്ടികളായാലും മറ്റുള്ള വണ്ടികളായാലും ടാക്സി വണ്ടികളായാലും വിളിച്ചൊരു ഓട്ടോറിക്ഷക്കാർ പോലും ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. അത് മാത്രമല്ല, നമ്മുടെ കോക്കാട് നിന്ന് കുമ്പിടി മനവക്കാവ് വഴി പോണ റോഡുണ്ട്. ആ റോഡ് മുമ്പിൽ അവിടെ വല്ല ഗതാഗത തടസ്സം ഉണ്ടായി കഴിഞ്ഞാൽ
നമ്മൾ അവിടെ ടാറിങ് നടക്കുമ്പോൾ ഈ റോഡ് വഴിയാണ് വാഹനങ്ങൾ തിരിച്ചു വിട്ടിരുന്നത്. ഇപ്പം എന്താ വെച്ചാൽ അത് ആ റോഡ് ക്ലിയർ ആയി കണ്ടപ്പോൾ ഈ റോഡ് ഇങ്ങനെ കിടക്കൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ഇത്രയും ദുരിതം ഇതായിട്ട് റോഡ് ഇങ്ങനെ കിടന്നിട്ടും വാഹനങ്ങൾ പിന്നെ പോക്കുകൾ അധികനായി. അപ്പോൾ പിന്നെ ഇവിടെ തിരിഞ്ഞു നോക്കാതായി. റോഡിനായി 11.5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിലവിലെ നിർമ്മാണം വൈകുന്നത് കരാർ ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാത്തതുകൊണ്ടാണെന്നാണ് വാർഡ് മെമ്പറുടെ വിശദീകരണം. ഞാൻ മെമ്പറായതിനു ശേഷം നമ്മുടെ കോക്കാട് വാർഡില് ജില്ലാ പഞ്ചായത്തിന്റെയോ ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ അതുപോലെ MLA-യുടെയോ ഒന്നും ഫണ്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. പഞ്ചായത്തിന്റെ നാമമാത്രമായ ഫണ്ട് മാത്രം വെച്ചിട്ടാണ് ഈ വാർഡിലെ എല്ലാ റോഡുകളും നമ്മൾ സഞ്ചാരയോഗ്യമാക്കിയിട്ടുള്ളത്. ഈ കാലാവസ്ഥ അനുകൂലമാകുന്നതോട് കൂടിയിട്ട് നമുക്ക് കോക്കാട് മിൽ റോഡും നവീകരിച്ച് നല്ല രീതിയിൽ നടത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഇതേ റോഡിൽ നിന്ന് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വഴി കോൺക്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചുവെന്നും ആക്ഷേപമുണ്ട്. ഇനിയും നിർമ്മാണം തുടർന്നാൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. തൊടുപുഴ കരിമണ്ണൂരിൽ ഭവനരഹിതർക്ക് സർക്കാർ നിർമ്മിച്ചു നൽകിയ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം ചോർന്നൊലിക്കുകയാണ്. 4 നിലയിൽ പണി കഴിപ്പിച്ച ഫ്ളാറ്റാണ് 2 വർഷം കൊണ്ട് അപകടാവസ്ഥയിലായത്. ശക്തമായ കാറ്റിലും മഴയിലും മേൽക്കൂര കഴിഞ്ഞ ദിവസം പൂർണ്ണമായും നിലം പതിച്ചതോടെ ഭീതിയിലായിരിക്കുകയാണ് 42ഓളം കുടുംബങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി കരിമണ്ണൂർ പഞ്ചായത്തിലെ ഭൂരഹിത ഭവനരഹിതർക്കായി നിർമ്മിച്ചു നൽകിയ 4 നില ഫ്ളാറ്റാണ് ചോർന്നൊലിക്കുന്നത്. ഇടുക്കിയുടെ കാലാവസ്ഥയ്ക്ക് ഒട്ടും അനുകൂലമല്ലാത്ത നിർമ്മാണമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. കോൺക്രീറ്റിനും കല്ലുകൾക്കും പകരം ചിലവ് കുറച്ചുള്ള നിർമ്മാണ രീതിയാണ് ഈ ഫ്ളാറ്റിൽ അവലംബിച്ചിരിക്കുന്നത്. ആദ്യ നിലയിലെ ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര ശക്തമായ മഴയിലും കാറ്റിലും 2 ദിവസം കൊണ്ട് നിലം പതിച്ചു. ഇത് ഈ മുകളിൽ മുഴുവൻ വാർക്കയല്ല, നിലവില് വാർക്കയല്ല, ചവിട്ടിയ വാർക്കപ്പുറത്ത് വെള്ളം മുകളിലേക്ക് സാധനം ഞാൻ കണ്ടിട്ടില്ല. നിലവിൽ ആദ്യമാണ് കാണുന്നത്. ഇത് എപ്പോൾ താഴേക്ക് വരുന്നു അറിയത്തില്ല. ഞങ്ങൾ രാവിലെ ഇറങ്ങി പോകുന്നു, കൂലിപ്പടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സമാധാനം ഉറങ്ങാൻ പറ്റില്ല. കാരണം രാവിലെ എഴുന്നേൽക്കുന്ന ജീവനെ പേടിച്ച് എഴുന്നേക്കുന്നത്. ഫ്ളാറ്റിനുള്ളിലെ പല ഭാഗങ്ങളും അടർന്നു വീഴുകയാണ്. ഗുണഭോക്താക്കൾക്ക് ഫ്ളാറ്റ് കൈമാറി 2 വർഷം തികയുമ്പോഴാണ് ഈ ദുരവസ്ഥ. സർക്കാർ മോഹന വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നാണ് ഗുണഭോക്താക്കളുടെ പരാതി. ഒരുപാട് ആശങ്കയോട് കൂടിയാണ് ഇപ്പോൾ ഇവിടെ കഴിയുന്നത്. കാരണം എന്നാ, ഏത് നിമിഷവും എപ്പോഴാണ് ഈ സംഭവം ഉരുണ്ടു ചാടുന്നതും മറിഞ്ഞു ചാടുന്നതും എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടോടു കൂടി കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് ഭക്ഷണം പോലും കഴിക്കാതെ, വലിയ മഴകളൊക്കെ വരുവാണെങ്കിൽ പോലും ആളുകൾ പേടിച്ച് 4-ാം നിലയുടെ മുകളിൽ നിന്നും താഴേക്ക് വന്ന് കൂട്ടത്തോടെ നിൽക്കുന്ന ഒരവസ്ഥ വരെ ഇവിടെ കണ്ടിട്ടുണ്ട്. വളരെ ഭയാനകമായ രീതിയിലാണ് ഇപ്പോൾ അന്ന് ഇവിടെ ആ ഭയങ്കര സൗണ്ടോടു കൂടിയാണ് നിലം പതിച്ചത്. അതിന് അത് രാത്രി 12:30 ആയപ്പോഴാണ് ആദ്യത്തെ ചാട്ടം. അത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ രണ്ടാമത് ഇത് ഉരുണ്ട് ചാടി. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ രീതിയല്ലെന്ന് പദ്ധതിക്ക് രൂപരേഖ നൽകിയവർ തിരിച്ചറിയാതെ പോയതാണ് ഇവിടെ 42 കുടുംബങ്ങളുടെ ദുരവസ്ഥയ്ക്ക് കാരണം. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഫ്ളാറ്റിന് പകരം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. സർക്കാരിന്റെ ഒരു ഭവന പദ്ധതിയിൽ ഇടം പിടിച്ചതിനാൽ മറ്റൊരു ആനുകൂല്യം ഈ കുടുംബങ്ങൾക്ക് ഇനി കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ അറ്റകുറ്റപ്പണിയിലോ തുടർന്നുള്ള മാർഗങ്ങളിലോ പഞ്ചായത്ത് ഭാഗമല്ലെന്നാണ് കരിമണ്ണൂർ പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. കരാറെടുത്ത കമ്പനിക്കാണ് ഉത്തരവാദിത്തമെന്നും പരിഹാരം കാണേണ്ടത് കരാറുകാരാണെന്നുമാണ് പഞ്ചായത്ത് അധികൃതരുടെ വാദം. ഈ പെരുമഴക്കാലത്തെ ഓരോ ദിനവും ഇവർ ഭീതിയിലാണ്. ന്യൂസ് 18 ഇടുക്കി. പട്ടാമ്പിയിൽ ഡെങ്കിപ്പനി വ്യാപനത്തിന് കാരണം നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണെന്ന ആരോപണവുമായി UDF രംഗത്ത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ നടത്തിയില്ലെന്നും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്നുകളില്ലെന്നുമാണ് പരാതി. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തുന്നതിൽ നഗരസഭയ്ക്ക് വീഴ്ച പറ്റിയെന്നാണ് UDFന്റെ ആരോപണം. ഡെങ്കിപ്പനി വ്യാപനം റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് യോഗം വിളിക്കാൻ പോലും നഗരസഭ തയ്യാറായത്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ കൃത്യസമയത്ത് ഇടപെടാതിരിക്കുന്നത് നഗരസഭയുടെ നയമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പട്ടാമ്പി നഗരസഭയിൽ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ നഗരസഭാ ഭരണസമിതി പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുക. പട്ടാമ്പി നഗരത്തിലേതായാലും ശരി, ഗ്രാമപ്രദേശങ്ങളിലായാലും ശരി, പരിസരങ്ങളിലുള്ള ടൗണുകളിലാണെങ്കിലും ഒക്കെ ചാലുകൾ, അഴുക്കുചാലുകൾ വൃത്തിയാക്കുന്നതിനോ
അതല്ലെങ്കിൽ റോഡുകളിൽ അരികിൽ കുന്നുകൂടി കിടക്കുന്ന മണ്ണുകൾ നീക്കം ചെയ്യുന്നതിനോ ഗതാഗത സൗകര്യങ്ങൾ ശരിയാക്കിയെടുക്കുന്നതിനോ തുടങ്ങിയ പ്രവർത്തനങ്ങളൊന്നും സമയബന്ധിതമായി മഴക്കാലത്തിന് മുമ്പ് പൂർത്തീകരിക്കേണ്ടത് ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പട്ടാമ്പി നഗരത്തിലെ ജനവാസ മേഖലയിലൂടെ കടന്നുപോകുന്ന കണ്ടൻ തോട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. പലയിടങ്ങളിലും തോടിന്റെ ഇരുഭാഗങ്ങൾ ഇടിഞ്ഞും മരങ്ങൾ വീണും വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. കാലവർഷം ആരംഭിച്ചിട്ട് പോലും തോട് വൃത്തിയാക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. കണ്ടൻ തോട്, ആ കണ്ടൻ തോടിന്റെ പാർശ്വഭിത്തികൾ തകരലും അതിലേക്ക് സ്ലാബുകൾ ചാടലും അതിലേക്ക് മരങ്ങൾ വീഴലും അത് വീണ് അത് തടസ്സപ്പെടുത്തിയ തോടിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട് അത് സ്വാഭാവികമായും നമ്മുടെ ഈ മൂർക്കാട്ടുപറമ്പ്, പന്തക്കിപ്പറമ്പ്, ആർമി ഷീറ്റ് ഭാഗത്തുള്ള വീടുകളിലൊക്കെ വെള്ളം നിറയുന്ന സാഹചര്യങ്ങൾ. അതുപോലെ ഗ്രീൻ പാർക്ക് ഭാഗത്തേക്ക് വെള്ളം കെട്ടുന്ന നേരെ പുഴയിൽ പോകേണ്ടതാണ്. പക്ഷെ അതൊന്നും എടുത്ത് അതിനെ ആളുകളെ വെച്ചെടുപ്പിക്കുന്നതിന് പോലും നഗരസഭ അക്ഷന്തമായിട്ടുള്ള കുറ്റമാണ് ആ കാര്യത്തിൽ വരെ വരുത്തുന്നത്. ഡെങ്കിപ്പനി വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇനിയും വൈകിക്കരുതെന്നാണ് ആവശ്യം. ന്യൂസ് 18 പട്ടാമ്പി. മുക്കം തൃക്കുടമണ്ണ തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. മുക്കം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫാണ് മുക്കത്തെ ടൂറിസം സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്തുന്ന മുക്കം തൃക്കുടമണ്ണ തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. മുക്കത്തിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്തുന്ന മുക്കം തൃക്കുടമണ്ണ തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് മുക്കം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചത്. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് മുക്കം നഗരസഭയുടെ 50 ലക്ഷവും സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയുടെ ഭാഗമായുള്ള 50 ലക്ഷവും ഉൾപ്പെടെ 1 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇരവഴിഞ്ഞിപ്പുഴയിലെ തീരത്ത് കരിങ്കൽ ഉപയോഗിച്ച് കെട്ടി സംരക്ഷിച്ച് ആളുകൾക്ക് ഒഴിവു സമയങ്ങളിൽ ഇരവഴിഞ്ഞിപ്പുഴയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ഇരിപ്പിടങ്ങളും കഫിറ്റേരിയ ലൈറ്റുകളും ടോയ്ലറ്റ് സൗകര്യം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത്. തൃക്കുടമണ്ണ ക്ഷേത്രത്തിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. തൃക്കുടമണ്ണ ക്ഷേത്രത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ നാം ആവിഷ്കരിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ തൃക്കുടമണ്ണ തീർത്ഥാടന പദ്ധതി എന്ന പേരിൽ ഡെസ്റ്റിനേഷൻ ചലഞ്ചിന്റെ കൂടി ഭാഗമായി 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്നത്. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു, കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. വണ്ടിപ്പെരിയാർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ പുതുതായി നിർമ്മിച്ച അക്കാഡമിക് ബ്ലോക്കിലെ കമ്പ്യൂട്ടർ ലാബിൽ ഓൺലൈൻ പരീക്ഷാ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി R. ബിന്ദു. കോളേജിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച പുതിയ അക്കാഡമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വണ്ടിപ്പെരിയാർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഓൺലൈൻ കേന്ദ്രം സജ്ജമാകുന്നതോടെ മലയോര മേഖലയിലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ ദൂരം യാത്ര ചെയ്യാതെ പരീക്ഷ എഴുതുന്നതിനുള്ള സാഹചര്യമാണ് ഉണ്ടാവുക. പ്രവേശന പരീക്ഷകൾ, PSC ഉൾപ്പെടെയുള്ള ഓൺലൈൻ പരീക്ഷകൾ തുടങ്ങിയവ നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കുക. 280 കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടുന്ന ലാബാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ രജത ജൂബിലി വേളയിൽ മികവാർന്ന അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ ഒരു അക്കാദമിക് ബ്ലോക്ക് കലാലയ സമൂഹത്തിന് സമർപ്പിക്കാൻ സാധിച്ചതിലുള്ള അഭിമാനവും സന്തോഷവും ബഹുമാന്യനായ MLAയോടൊപ്പം ഞാനും പങ്കുവയ്ക്കുകയാണ്. പഠനത്തോടൊപ്പം തൊഴിലാഭിമുഖ്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി സമ്പാദ്യം, ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പ്രോജക്റ്റ് എന്നിവ മികച്ച രീതിയിൽ മുന്നേറുന്നുണ്ട്. വണ്ടിപ്പെരിയാർ പോളിടെക്നിക്കും ഇത്തരം പ്രൊജക്ടുകൾ ഏറ്റെടുക്കണമെന്നും പഠനത്തോടൊപ്പം സമ്പാദ്യം പദ്ധതിയുടെ ഭാഗമായി 1 വർഷം 20 ലക്ഷം രൂപ സമാഹരിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞതായും മന്ത്രി വ്യക്തമാക്കി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബിയുടെ സഹായത്തോടെ 9.63 കോടി രൂപ ചെലവിട്ടാണ് അത്യാധുനിക സൗകര്യത്തോടെ ക്ലാസ് മുറികൾ, ലാബുകൾ, സെമിനാർ ഹാൾ എന്നിവ ഉൾപ്പെടുന്ന അക്കാദമിക് ബ്ലോക്ക് പോളിടെക്നിക് കോളേജിൽ നിർമ്മിച്ചിട്ടുള്ളത്. ചടങ്ങിൽ വാഴൂർ സോമൻ MLA അധ്യക്ഷനായിരുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പീരുമേട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി.
SBIയുടെ സഹകരണത്തോടെ കൊല്ലം പ്രസ് ക്ലബ് സ്കൂൾ കിറ്റ് വിതരണം ചെയ്തു. ധനമന്ത്രി KN ബാലഗോപാൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. SBI ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആനന്ദ് മൊക്തൻ മുഖ്യാതിഥിയായി. കൊല്ലം റീജിയണൽ മാനേജർ ശ്രീജിത്ത് GL, അസിസ്റ്റന്റ് മാനേജർ ജയശ്രീ, പ്രസ് ക്ലബ് പ്രസിഡന്റ് D ജയകൃഷ്ണൻ, സെക്രട്ടറി സനൽ D പ്രേം, ട്രഷറർ കണ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് പട്ടാമ്പിയിൽ ജനങ്ങളിൽ ആശങ്ക ഉയർത്തി മീനുകൾ ചത്തുപൊങ്ങി. പട്ടാമ്പി നഗരസഭയ്ക്ക് കീഴിലെ കീഴായൂർ ആനങ്ങാട്ട് കുളത്തിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ തുടങ്ങിയത്. സുരക്ഷ കണക്കിലെടുത്ത് കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നത് താൽക്കാലികമായി നിരോധിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായാണ് പട്ടാമ്പി കീഴായൂരിലുള്ള ആനങ്ങാട്ട് കുളത്തിൽ മീനുകൾ ചത്തുപൊങ്ങാൻ തുടങ്ങിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വ്യാപകമായി മീനുകൾ ചാവുന്നത് കണ്ടെത്തി. കട്ട്ല, പരലുകൾ ഐറ്റംസ് ഒക്കെയാണ് അതിൽ ചത്ത് കൂടുതൽ കിടക്കുന്നത്. ഒരു 1.5 കിലോ 2 കിലോന്റെ 3 കിലോ തൂക്കലൊക്കെ ഉണ്ട്. പ്രകൃതിയിൽ മാറ്റം വരുമ്പോൾ ഭൂമിയുടെ അടിക്ക് ചൂടും മേൽഭാഗം തണുപ്പാ വരിക. അങ്ങനെ ചത്ത് ഈ കൂറുകളിലൊക്കെ സംഭവിക്കുന്നുണ്ട്, പുഴയിലങ്ങനെ സംഭവിക്കില്ല. ഇതിപ്പോ എന്താ സംബന്ധം വ്യക്തമായിട്ടൊന്നും പറയാൻ വയ്യ. വിവരമറിയിച്ചതിനെ തുടർന്ന് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ കുളത്തിലെ വെള്ളവും ചത്തുപൊങ്ങിയ മീനും വിശദ പരിശോധനയ്ക്ക് അയച്ചു. ചത്തുപൊങ്ങിയ മീനുകൾ നീക്കം ചെയ്യാൻ നടപടി തുടങ്ങി. സംഭവത്തെ തുടർന്ന് പരിശോധനാ ഫലം വരുന്നതുവരെ കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നതിനും കുളിക്കുന്നതിനും മറ്റും താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളോട് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കുളത്തിൽ ഇറങ്ങരുത് എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഈ ജലപരിശോധനാ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ എന്തായാലും ഈ ചത്തുപൊങ്ങിയ മീനുകളെ പിടിച്ചു മാറ്റുന്നുള്ള സൗകര്യം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മത്സ്യസമൃദ്ധി പദ്ധതി വഴി മത്സ്യകൃഷിക്കായി നിക്ഷേപിച്ച മീനുകളാണ് കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. 3 കിലോ തൂക്കം വരുന്ന മീനുകളടക്കം ചത്തുപൊങ്ങിയവയിലുണ്ട്. എന്തെങ്കിലും രാസ വസ്തുക്കൾ കലർത്തി ബോധപൂർവം ഇത് ചെയ്തതാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിയിൽ വന്നിട്ടുള്ള വ്യതിയാനം കൊണ്ട് സംഭവിച്ചതാണോ എന്നൊക്കെ നമുക്ക് പിന്നീടുള്ള പരിശോധനയിലെ മനസ്സിലാവുള്ളൂ. എന്തായാലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും മറ്റു തരത്തിലുള്ള സംശയകരമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ തന്നെ കർശനമായ രീതിയിൽ തന്നെ നഗരസഭ നേരിടുമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. എന്തായാലും പൊതുജനങ്ങൾക്ക് ഈ കുളം ഉപയോഗിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സൗകര്യം ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തരും. പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ജനങ്ങൾ കുളിക്കുന്നതിനും മറ്റും ആശ്രയിക്കുന്ന മണ്ഡലത്തിലെ തന്നെ വലിയ കുളങ്ങളിലൊന്നാണിത്. ന്യൂസ് 18 പട്ടാമ്പി. അഡോണിന് കരൾ പകുത്തു നൽകാൻ അമ്മ തയ്യാറാണ്. ഇനി കണ്ടെത്തേണ്ടത് ചികിത്സാ ചെലവിനായുള്ള